ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അനറ്റോമിക്സ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് ഒരു സയൻസ് പഠിക്കാം. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മിസ് സയൻസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കാനൊന്നും അല്ല പോകുന്നത്. നേരെ മറിച്ച് ഇനി വരാൻ പോകുന്ന ആനുവൽ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ആനുവൽ എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം എന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എക്സാം ഒക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് എക്സാം നമ്മൾ അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ക്രിസ്മസ് സെലിബ്രേഷന് നമുക്ക് എല്ലാവർക്കും നല്ലൊരു വൈബായിരുന്നു അല്ലെ. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ ഇതാ വീണ്ടും നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ പഠനകാലത്തേക്ക് വീണ്ടും ഇതാ നമ്മൾ റിട്ടേൺ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് നമ്മളോട് പേപ്പർ തരും, നമ്മുടെ ആൻസർ ഷീറ്റ് ഒക്കെ തരും. അപ്പോഴായിരിക്കും മക്കളെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നത്, എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ എഴുതിയാലാണ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ മിന്നി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ഇനി നമ്മൾ പുതിയതായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമിന് എങ്ങനെയൊക്കെ മാർക്ക് നേടാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ആയിരിക്കും എന്റെ മക്കളുടെ മനസ്സിലേക്ക് അന്നേരം തെളിയുന്ന കുറച്ച് മിന്നി വെളിച്ചങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ആകണം. ആനുവൽ എക്സാമിനെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബേസിക് സയൻസ് ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. അപ്പൊ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് എന്നാണ് മിസ് സ്ട്രെച്ചിൽ വേഗം പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോ, നമ്മളിപ്പോ ഏറ്റവും ലാസ്റ്റ് പഠിച്ച ചാപ്റ്റർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി എ വണ്ടർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു. അതായത് മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ ഈ ഒരു ചാപ്റ്ററുടെ കുറച്ച് പോർഷൻസിന് മാത്രമേ നമുക്ക് എക്സാമിന് വന്നിട്ടുള്ളൂ, അതായത് ലാസ്റ്റ് ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുള്ളൂ. ഇതിന്റെ ബാക്കി പോർഷൻസ് തൊട്ടിട്ടാണ് ഇനി വരാൻ പോകുന്ന ആനുവൽ എക്സാമിന് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻസ് ആരംഭിക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആകാശ വിസ്മയങ്ങൾ അല്ലെങ്കിൽ വണ്ടേഴ്സ് ഓഫ് സ്കൈ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹർട്ട് നോട്ട് ദ എൻവയോൺമെന്റ്, അതായത് പരിസ്ഥിതിയെ നോവിക്കാതെ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ആണ് സുരക്ഷിത ഭക്ഷണം അല്ലെങ്കിൽ സേഫ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 4 ചാപ്റ്റേഴ്സ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളതാ, പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ സൈലത്തിന്റെ ക്ലാസ് 7 എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇതാണ്ട് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാൻ പോവാണ്. ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സിന്റെയും പാർട്ട് ബൈ പാർട്ടായിട്ട് ലൈവ് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കാൻ പോവാണ്. പക്ഷേ ഇത് മാത്രം മതിയോ ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ? പോരാ, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് തൊട്ടിട്ട് നമ്മൾ ഇനി റിവൈസ് ചെയ്ത് റിവിഷൻ നടത്തിയാൽ മാത്രമേ നമുക്ക് ആനുവൽ എക്സാമിന് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് റീകോൾ ചെയ്തെടുക്കണം, അതായത് നമുക്കൊന്ന് പഠിച്ചെടുക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താ ശ്രദ്ധിക്കുക, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? യെസ്, അതിനുവേണ്ടി സൈലം നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിരുന്നു നമ്മുടെ സ്വന്തം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന് പറയുന്ന ബാച്ച്. അപ്പൊ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ റിവിഷൻ ക്ലാസ്സുകളുടെ കൂടെ തന്നെ നമുക്ക് ഈ വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? വെറും 999 rupees ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ കാര്യം നിങ്ങൾ ആരും മറന്നു പോകരുത്. അപ്പൊ ഇന്ന് തൊട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന ഈ ഒരു ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ സൈലത്തിന്റെ കൂടെ പഠിച്ചിരിക്കും, റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും, ചോദ്യങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കും. അങ്ങനെ ഇനി വരാൻ പോകുന്ന ആനുവൽ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യും. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു എന്താ പറയാ, ആ ഒരു എനർജി ഒക്കെ എന്റെ മക്കളുടെ മനസ്സിൽ ഇന്ന് തൊട്ടേ അങ്ങ് ഉണ്ടാവണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് USSഉം കരസ്ഥമാക്കണം. എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ USSന്റെ കാര്യം ആരും മറന്നു പോകരുത്. ഇനി എത്ര നന്നായി പഠിക്കുന്നു അത്രയും കുറച്ച് നമ്മൾ USSന് പഠിച്ചാൽ മതി അല്ലെ. നമ്മുടെ ചാപ്റ്ററിന്റെ ബേസിൽ തന്നെയാണ് USSന്റെ ക്വസ്റ്റ്യൻസും വരുന്നത്. അപ്പൊ USSഉം നമ്മൾ ഇതാ ഈ ഒരു ബാച്ചിലൂടെ തന്നെ, നമ്മുടെ ധ്രുവ ബാച്ചിലൂടെ തന്നെ നമ്മൾ ഇതാ ജോയിൻ ചെയ്യണം. അപ്പൊ ധ്രുവ ബാച്ച് മിസ് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞു തരുന്നില്ല, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് USS പഠിക്കാൻ വേണ്ടി സൈലത്തിന്റെ ബാച്ചാണ് ധ്രുവ ബാച്ച്. ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത മക്കളും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ, നമ്മുടെ USSന്റെ ബാച്ച് ആയിക്കൊള്ളട്ടെ, നമ്മുടെ സൈലത്തിന്റെ ഈ ഒരു ഓൺലൈൻ ബാച്ച് ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ക്ലാസ് 7ന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ചാനൽ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഇപ്പോഴേ തന്നെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തോളൂ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഇനി വരാൻ പോകുന്ന ആനുവൽ എക്സാം നമുക്ക് സെറ്റ് ആക്കണം. 7ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഇത് ഹൈസ്കൂളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പൊ ഉയർന്ന മാർക്കോട് കൂടി, നല്ല മാർക്കോട് കൂടി, നല്ല മികവുറ്റ
കൂട്ടുകാരായിട്ട് നിങ്ങൾ എല്ലാവരും 7th നിന്ന് 8th പോകണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.